ത്രിയേക ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായം 7-ാം വാക്യം. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. ആദിമസഭയുടെ മിനിറ്റ്സ് ആണ് അപ്പോസ്തല പ്രവൃത്തികൾ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടത് മാത്രമായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ഏക സ്വത്ത്. പീഡനങ്ങൾ ഏറി വന്നപ്പോൾ, പീഡകർ പിടിമുറുക്കിയപ്പോൾ ആദിമസഭ തകർന്നില്ല, മറിച്ച് ചിതറുകയായിരുന്നു. യഹൂദ്യ, ശമര്യ, അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം അവർ യാത്ര ചെയ്തു. പൗലോസും കൂട്ടുകാരും ഇവിടെ ആ യാത്ര തുടരുകയാണ്. ഒരു കരയിൽ നിന്നും വൻ കരകളിലേക്ക് ഭൂമിയുടെ അതിരോളം ചെന്നെത്തുന്ന സാക്ഷ്യ സഞ്ചാരങ്ങളായിരുന്നു അവ. കാലഘട്ടത്തെ സുവിശേഷം കൊണ്ട് അണിയിച്ചൊരുക്കുവാനുള്ള ആകാംക്ഷ നിറഞ്ഞ യാത്രയായിരുന്നു അവരുടേത്. അങ്ങനെ ഒന്നാം മിഷണറി യാത്രയുടെ ഇടയിലായിരുന്നു സെർഗ്യോസ് പൗലോസ് എന്ന വ്യക്തിയെ അവർക്ക് കണ്ടുമുട്ടുവാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്കു സഞ്ചരിച്ച മനുഷ്യൻ. സെർഗ്യോസ് പൗലോസ് ഒരു ദേശാധിപതിയായിരുന്നു. അദ്ദേഹം ബർന്നബാസിനെയും ശൗലിനെയും വരുത്തിച്ച് ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. ദൈവവചനം നമുക്ക് ജീവനും ചൈതന്യവും നൽകുന്നതാണ്. ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ദൈവവചനത്തിലുള്ള ആശ്രയം നമ്മെ ഇടയാക്കുന്നു. ദൈവവചനം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മിൽ വരുത്തിത്തരുന്നതാണ്. ദൈവവചനം രക്ഷയിലേക്ക് നമ്മെ വഴി നടത്തുന്നതാണ്. ദൈവവചനം സദാ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതായ ഒന്നാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. ഇത് ന്യായപ്രമാണത്തെക്കുറിച്ച് അഥവാ തിരുവചനത്തെക്കുറിച്ച് നമ്മോട് പറയുന്ന കാര്യങ്ങളാണ്. ഈ വചനമാണ് സെർഗ്യോസ് പൗലോസ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ വെറുതെ ഇവിടെ മനസ്സിലാക്കുകയല്ല, മറിച്ച് ബർന്നബാസിനെയും ശൗലിനെയും തൻ്റെ വീട്ടിൽ വരുത്തി അത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇന്ന് ഈ ദൈവവചനത്തോടുള്ള താല്പര്യം നമ്മളിൽ എത്രമാത്രമാണ് ഉള്ളത്? രണ്ടാമതായിട്ട്, കർത്താവിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ. ഇദ്ദേഹം വചനം കേൾക്കുവാൻ ആരംഭിക്കുമ്പോൾ കൂടെ ബർയേശു എന്ന മാന്ത്രികനും ഉണ്ടായിരുന്നു. ബർയേശു സെർഗ്യോസ് പൗലോസ് തിരുവചനം കേൾക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടുത്തു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു: അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു എന്ന്. ബർയേശു എന്ന മാന്ത്രികനാണ് ഇവിടെ ഇത്തരത്തിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ ശൗൽ ശാസിക്കുകയും അദ്ദേഹം അന്ധനാകുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് കണ്ടതാണ്. അതിനെ തുടർന്ന് ആ ഉണ്ടായത് കണ്ടിട്ട് ദേശാധിപതി കർത്താവിൻ്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. അങ്ങനെ ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും പ്രസംഗം കേട്ട ദേശാധിപതി ക്രിസ്ത്യാനിയായി തീർന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 7-ാം വാക്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ബുദ്ധിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ അഥവാ ബുദ്ധിമതികൾ. സങ്കീർത്തനങ്ങൾ 53-ന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാൺമാനെന്ന്. ഇന്ന് ഞാനും നിങ്ങളും ഈ ദൈവത്തെ അന്വേഷിക്കാറുണ്ടോ? സെർഗ്യോസ് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ അതിയായി ആഗ്രഹിക്കുന്നു. ദൈവവചനം പഠിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സെർഗ്യോസ് പൗലോസ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തിരുവചനം ക്രമമായി വായിക്കുവാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും നമുക്കും സാധിക്കണം. ദൈവത്തെ അന്വേഷിക്കുവാൻ, അനുഭവിച്ചറിയുവാൻ, അങ്ങനെ സെർഗ്യോസിനെ പോലെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ആയിത്തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ശ്രവിച്ചതുപോലെ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട്
തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്കു സഞ്ചരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.